NRCTയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന രാജാക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം 26-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയോരത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് രാജാക്കാട് കേന്ദ്രീകരിച്ച ഫയർ സ്റ്റേഷൻ വേണമെന്നത്. MLA MM മണിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഫയർ സ്റ്റേഷൻ അനുവദിച്ച നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജാക്കാട്, ബൈസൺ വാലി, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ഉടുമ്പൻചോല, കൊന്നത്തടി, വെള്ളത്തുവൽ എന്നീ 8 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. പുതിയ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മം ഫെബ്രുവരി 26 10 മണിക്ക് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവറുകൾ നിർവഹിക്കുകയാണ്. 26-ാം തീയതി രാവിലെ 10 മണിക്ക് NRCT ടൗണിനടുത്ത് വെച്ച് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അറിയിക്കുകയാണ്. തിങ്ങിപ്പാർക്കുന്ന ഈ നാട്ടിൽ ഒരു ഫയർ സ്റ്റേഷൻ ഏറ്റവും അത്യാവശ്യമായിരുന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ വരുന്ന 26-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നത്. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മത, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സ്വാഗത സംഘം ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കിങ്ങിണി രാജേന്ദ്രൻ, കൺവീനർ ബേബിലാൽ, ട്രഷറർ VS ബിജു, ജോഷി കന്യാക്കുഴി എന്നിവരടക്കമുള്ള ഭാരവാഹികൾ രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്.